നമസ്കാരം. നമുക്ക് സ്വല്പം രാഷ്ട്രീയം. ഷാജി, ആ. ഞങ്ങൾ ശകലം രാഷ്ട്രീയം പറയട്ടെ, കേക്കാവോ? നമുക്ക് ശകലം രാഷ്ട്രീയമൊക്കെ പറയാം. രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യ രാജ്യം ജീവിക്കുന്നവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണം നടത്തുന്ന സംവിധാനമാണെന്നും രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും അവബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ. മേൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മേൻ കനോട്ട് ലീവ് വിത്തൗട്ട് സൊസൈറ്റി. മനുഷ്യന് സമൂഹമല്ല ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യം, നമ്മുടെ കേരളം, കൊച്ചു കേരളം, 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്നു. 5 വർഷം കൊണ്ട് ഭരണം മാറുന്നു. അങ്ങനെ പുതിയ വർഷം നമ്മളെ ആര് നയിക്കണം? ആയിക്കണം. നമ്മളിപ്പം എല്ലാവരും കേട്ടോ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്. നമ്മളെല്ലാം ഷാജി വോട്ട് ചെയ്ത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മള് മെയ് 4 വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആകാംക്ഷ ആരാണ് നമ്മളെ ഇനി അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്നത്. അത് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് പ്രസക്തി. ഭൂരിപക്ഷം ആരാണ് തീരുമാനിക്കുന്നത്? 71 തികഞ്ഞവർക്ക് ഭരിക്കാം. 140 നിയമസഭ ഉണ്ടല്ലോ, അതിൽ 71 ഉള്ളവർക്ക് ഭരിക്കാം അല്ലേ? അപ്പം നമ്മളെ 5 വർഷം ഭരിക്കാൻ പോകുന്നത്, നമ്മൾ ഭരിക്കപ്പെടാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പോകുമ്പോൾ നമ്മൾ രാഷ്ട്രീയ അവബോധമുള്ളവർക്ക് ഒരു ജിജ്ഞാസ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഷാജിയുടെ അഭിപ്രായത്തിൽ? ഇടതുപക്ഷത്ത് പിന്നെ രണ്ടാമതൊരു പേരില്ല. അപ്പൊ അത് സംസാരിച്ചത് സമയം കളയണ്ട. പക്ഷേ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരുന്നത്. ശ്രീ പിണറായി വിജയൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ അതിനെക്കുറിച്ച് അവർക്ക് ചർച്ചയുമില്ല. പക്ഷെ കോൺഗ്രസ് വരുമ്പോ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ചില കോലാഹലങ്ങൾ, അത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് അത് നാണക്കേടാണ്. കാര്യം, ഒരു 10 വർഷം കൂടിയൊക്കെ ഒരു കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പല സർവേ ഫലങ്ങളും പറയുമ്പോൾ ഇവര് ഈ എനിക്കാകണം എന്ന് പറഞ്ഞ് കാണിക്കുന്ന കുറെ വില കുറഞ്ഞ പരിപാടികൾ അത്ര നല്ലതല്ല കോൺഗ്രസിന്റെ കെട്ടുറപ്പിനും. ഈ അധികാരം കിട്ടിയാൽ ഈ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള കെട്ടുറപ്പിനോടുള്ള ഭരണത്തിനും ഒന്നും നല്ലതല്ല ഈ കാരണങ്ങൾ. ഷജിനകത്തൊരു കാര്യമുണ്ട് ഷാജി. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ എന്നൊക്കെ കോൺഗ്രസിന് അധികാരം ഉണ്ടായിട്ടുണ്ടോ, എന്നൊക്കെ കോൺഗ്രസിന് ഇലക്ഷൻ നേരിട്ടിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഇലക്ഷന് ശേഷം ഇത്തരത്തിൽ അടിയില്ലാതെ, അതിനവർ പറയുന്ന ഒരു ഭാഗമുണ്ട്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന് ഒരു ക്ലീശ വാചകം പറയും. പക്ഷേ കോൺഗ്രസ് എന്നൊക്കെ ഇതുപോലുള്ള ഇലക്ഷൻ നേരിട്ടുണ്ട്, അപ്പോഴൊക്കെ ഇതുപോലെ അടി ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. 96 കാലഘട്ടത്തിൽ കെ കരുണാകരനെ വെറും ഇല്ലാത്ത ഒരു കള്ളക്കേസിന്റെ പേരിൽ ഇവര് തന്നെ പ്രതിപക്ഷത്തിന്റെ പണി ഏറ്റെടുത്തിട്ട് കരുണാകരനെ കളഞ്ഞു. ഈ ആന്റണിയെ ഡൽഹിയിൽ നിന്ന് ഹെലികോപ്റ്ററെ കൊണ്ടുവന്ന് അന്ന് കേന്ദ്രമന്ത്രിയാ. പ്രശ്നം അറിയോ ഷാജി? അന്നത്തെ പോലെ AUI നമ്മൾ പറഞ്ഞത്, അന്ന് ഇടതുപക്ഷത്തെക്കാൾ ശത്രുത ഇവർക്ക് AUI തമ്മിലായിരുന്നു. ഞാനൊക്കെ അതിനകത്ത് രാഷ്ട്രീയ സമയത്ത് ഭാരവാഹിത്വമുള്ളവരാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് ഗ്രൂപ്പിസം അത്ര ശക്തമല്ലെങ്കിലും വ്യക്തിപരമായുള്ള ഗ്രൂപ്പിസമാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, എന്റെ ഒരു അനുമാനം പറയാം. UDF ഭരണമെങ്കിൽ KC വേണുഗോപാലൻ നോ പറയാതെ മറ്റൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. കാരണം KC വേണുഗോപാലിനെ കേന്ദ്രത്തിൽ ആവശ്യം. ഇപ്പൊ നമ്മള് വനിതാ ബില്ല് കഴിഞ്ഞ ദിവസം വന്നു പാർലമെന്റിൽ. നല്ല പ്രസന്റേഷൻ ആണ് KC വേണുഗോപാലിന്റെ ആർഗ്യുമെന്റ്സ് പാർലമെന്റിൽ നമ്മൾ കേട്ടു. ആരും കെട്ടിരുത്ത് പോവാം. അത്തരത്തിലുള്ള ഒരു പാർലമെന്റേറിയൻ പുള്ളിയെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്താൽ മാത്രമേ രാഹുൽ ഗാന്ധിയുടെ വലങ്കയാണ് മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിടുന്നതിന് താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാതിരിക്കത്തുള്ളൂ. UDF അധികാരത്തിൽ വന്നാൽ KC വേണുഗോപാലിന് ഒരു സേ ഉണ്ട് ഇക്കാര്യത്തിൽ. കാരണം നമുക്കറിയാം, അദ്ദേഹം ആദ്യം മുതൽ കർണാടക ഗ്രൂപ്പിലുള്ള ആളായിരുന്നു. അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റ്. അതെ, KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഗ്രൂപ്പിസ് അന്ന് തിരുത്തൽവാദി ഉള്ള സമയത്ത് അദ്ദേഹം തിരുത്തൽവാദിയിലേക്ക് പോയില്ല. അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയും കാർത്തികേയനും ഷാനവാസും അടങ്ങുന്ന ഒരു സംഘം തിരുത്തൽവാദിയായി മുന്നോട്ട് പോയി A ഗ്രൂപ്പിനോടൊപ്പം. പക്ഷെ അന്ന് പിടിച്ചു നിന്ന ഏകയാളാണ് KC വേണുഗോപാൽ. ഈ രാജ്ഭവൻ ഉണ്ണിത്താനും ലീഡറോടെ നിന്നിരുന്നതാണ്. ഞാന് ജില്ലാ ഭാരവാഹിയായിരുന്നു ആ സമയത്ത്. ഞാനും A ഗ്രൂപ്പിലെ ആളായിരുന്നു. എനിക്കിപ്പോ രാഷ്ട്രീയമില്ല, അതും പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയം എല്ലാം ഉപേക്ഷിച്ച ആളാണ്. ഈ പറയുന്ന KC വേണുഗോപാൽ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി. ഞാൻ അദ്ദേഹത്തിനോട് കോട്ടയം ജില്ലയിൽ ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ KSU യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാണ്. എന്റെ രാഷ്ട്രീയം പറയാനല്ല ഞാൻ പറഞ്ഞത്, നിന്നിടത്ത് നിന്ന ആളാണ്. പിന്നീട് പുള്ളി ഡൽഹിയിലേക്ക് തന്റെ
പ്രവർത്തന മണ്ഡലം മാറ്റി. മാറ്റി. ഇന്ന് കെ സി വേണുഗോപാൽ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ്. അതെ അതെ കെ സി വേണുഗോപാൽ തീരുമാനിക്കാത്ത ഒരു കാര്യം കോൺഗ്രസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, അത് 100% എല്ലാ വർക്കിംഗ് കമ്മിറ്റി ആയാലും ഹൈക്കമാൻഡ് ആയാലും. കാരണം പിന്നെ പുള്ളി വേറൊരു പാർട്ടി മേനുമാണ്. അതെ അതെ പിന്നെ ബേസിക്കലി കഴിവുള്ള ആളാണ്. ആലപ്പുഴയിലൊക്കെ അദ്ദേഹം എം പി ആയിരുന്നു. ഇപ്രാവശ്യം ആലപ്പുഴ അദ്ദേഹം എം പി ആലപ്പുഴ മത്സരിച്ചു. അല്ല, ഇപ്പോഴും അദ്ദേഹം മത്സരിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ചത്. ജയിച്ചത്. അപ്പം എനിക്ക് കെ സി വേണുഗോപാലിന് എന്താണ് അയോഗ്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞാൻ ഇന്റിമസി ഉള്ള ആളെന്നുണ്ട്. ഞങ്ങൾ പണ്ട് രാഷ്ട്രീയത്തിലുള്ള സമയത്തുള്ളതാണ്. നമ്മളങ്ങനെ പുതുക്കാറില്ല, ബന്ധങ്ങൾ പുതുക്കാറില്ല. പക്ഷേ കെ സി വേണുഗോപാൽ ബേസിക്കലി ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമുക്കറിയാം കെ പി സി പ്രസിഡന്റ് ആളുടെ ആളാണ്, പ്രസിഡന്റ് കെ സി വേണുഗോപാലിന്റെ ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആളാണ്. അബിൻ ബർക്കി ആക്കാതെ അദ്ദേഹത്തിന്റെ ആളെ ആക്കി. ചുരുക്കി പറഞ്ഞാൽ സംഘടനകളെല്ലാം അദ്ദേഹത്തിന്റെ ആൾക്കാരാണ് ഇവിടെ സ്ഥാനം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം MLA-മാർക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് കെ സിയുടെ ലിസ്റ്റിലാണ്. ഇപ്പൊ ഹൈക്കമാൻഡിന്റെ ഒരു രീതി എന്നനുസരിച്ച് ഇലക്ഷന് ശേഷം UDF അധികാരത്തിൽ വരുമ്പോ MLA-മാരുടെ ഹിതമറിയും ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവരുമായി സംസാരിക്കും. അതിൽ കെ സി വേണുഗോപാലിന്റെ പേരാണ് ഉയർന്നു വരുന്നതെങ്കിൽ പാർലമെന്റ് സീറ്റ് അദ്ദേഹം രാജിവെക്കും. ഇലക്ഷന് മുമ്പ് പാർലമെന്റ് സീറ്റ് രാജിവെക്കാൻ പാടില്ലെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചുള്ളൂ. കേരളത്തിലെ ഇലക്ഷന് ശേഷം MP-മാര് മത്സരിക്കുന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല. നോട്ട് ദ പോയിന്റ്. അങ്ങനെ വരുമ്പോ കെ സിയുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. 2, കെ സി വേണുഗോപാൽ പറയാ എനിക്ക് വേണ്ട സീറ്റ്, ഞാൻ മുഖ്യമന്ത്രി ആവുന്നില്ല. അങ്ങനെ പറയാൻ സാധ്യതയില്ല കേട്ടോ. ഏതായാലും ഇന്ത്യയുടെ ഭരണം ഉടനെ അടുത്ത കാലത്ത് കോൺഗ്രസിന് കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പദം കയ്യിൽ വന്ന് കിടക്കുമ്പോ വേണ്ടാന്ന് ആരെങ്കിലും പറയോ എനിക്കറിയില്ല. ഒരു അപകടമുണ്ട്. അതായത് ഈ MLA അല്ലാത്ത ഒരാള്, അത് കെ സി വേണുഗോപാലല്ല ആരാണെങ്കിലും ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ഒരാള് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ അവിടെ BJP കളിക്കുന്ന കളിയുണ്ട്. N ബ്ലോക്കായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നതിന് കുത്തി ഈ മുഖ്യമന്ത്രിയെ തോപ്പിക്കാനും സാധ്യതയുണ്ട്. കാര്യമില്ല. കാരണം അറിയോ, അങ്ങനെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റുള്ള സ്ഥലത്ത് മത്സരിക്കില്ലല്ലോ. അതായത് ഭയങ്കര ഭൂരിപക്ഷമുള്ള ഇരിക്കൂറോ അതുപോലെ വൻ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് മാത്രമേ പിന്നെ മുഖ്യമന്ത്രി. എല്ലായിടത്തും കുറെ വോട്ടിംഗ് ശതമാനം BJPക്ക് ഉണ്ട്. അല്ലല്ല, BJP ഇപ്രാവശ്യം അധികാരത്തിൽ കുറച്ച് 3-4 സീറ്റ് ഓപ്പൺ ചെയ്യേണ്ടതാണ്, അക്കൗണ്ട് തുറക്കേണ്ടതായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ വോട്ടിന് നോട്ടെന്നുള്ള ആ ഒരു സ്കീമില്ലേ, അത് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ജനങ്ങൾക്കറിയാം. എത്ര തിരസ്കരിച്ചാലും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ അത് സംഭവിച്ചതാണെന്ന് യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യം കേരള ജനതയ്ക്ക് ഉണ്ടായതിന്റെ പേരിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കേണ്ടതായിരുന്നു. കേരളത്തിൽ മൊത്തത്തിൽ BJP അത് ബാധിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു പക്ഷം. സാധ്യതയുണ്ട് അല്ലെ, ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല BJPക്ക് 2-3 സീറ്റ് കിട്ടേണ്ടതാണ്. അതിനകത്ത് ഒരു സാധ്യത മങ്ങിയിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രൻ നിയമം BJPക്ക് ഭാര്യയായിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട്. കാരണം FCR നിയമം ശരിക്കും നല്ലതാണ്. കാരണം പണ്ട് FCR നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാം. വിദേശ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് FCR ഫണ്ടിനെ കുറിച്ച് അടുത്ത എപ്പിസോഡ് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ FCR ഫണ്ടിനെ കുറിച്ച് റിപ്പോർട്ട് ഒരു എപ്പിസോഡ് ചെയ്യാം. ഇപ്പോ അതേക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ? അപ്പം ഇനി 2ാം സ്ഥാനം, ഇനി അഥവാ കെ സി വേണുഗോപാൽ കേരളത്തിന് മുഖ്യമന്ത്രി ആകുന്നില്ല എന്നുള്ള സാഹചര്യം വന്നാൽ, രാഷ്ട്രീയ സമ്മർദ്ദം വന്നാൽ, ഞാൻ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി പദം കയ്യിൽ വന്നിട്ട് വേണ്ടാന്ന് പറയത്തില്ല ആരും. അല്ലെങ്കിൽ എന്തെങ്കിലും തലയ്ക്ക് വല്ല അല്ലെ ചിത്രകർമ്മം പ്രാപിക്കണം. അങ്ങനെ വന്നവർക്ക് നമുക്കറിയാമല്ലോ. ഇനി അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, സമ്മർദ്ദമാണ് ഉരുത്തിരിയുന്നതെങ്കിൽ ഞാൻ പറയുന്നു ആര് മുഖ്യമന്ത്രിയാകും? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും. കാരണം അറിയോ, VD സതീശൻ ജൂനിയറാണ്. മാത്രമല്ല VD സതീശന് സമയമുണ്ട്. രമേശ് ചെന്നിത്തല വഹിച്ച പോസ്റ്റുകളൊന്നും ആരും വഹിച്ചിട്ടില്ല. ഇവർ കെ സി വേണുഗോപാൽ പോലും വഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെങ്കിൽ കൂടി കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെയും NSUവിന്റെയും പ്രസിഡന്റ് ആയിരുന്നു. രമേശ് മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, MP ആയിരുന്നു. അപ്പൊ കേരളത്തിലെ പ്രസിഡന്റ് ആയിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഒന്നും മറ്റേ ഈ പറഞ്ഞ പ്രൊഫൈല് അതിന്റെ അടുത്തൊന്നും വേറെ ആരും വരില്ല. പിന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം വ്യക്തിപരമായി ഞാൻ ഒരു കാര്യം പറയാം, നല്ലൊരു മനുഷ്യനാണ്, രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്, തുറന്ന മനുഷ്യനാണ്, ഈ മനസ്സാക്ഷിയുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. കാരണം പല സന്ദർഭങ്ങളിൽ ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ വീക്ഷിച്ചിട്ടുണ്ട്. ഒരു കോട്ടയത്തൊരു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അദ്ദേഹം MP ആയി മത്സരിക്കുന്ന ആദ്യം വന്നപ്പോൾ മുതൽ ഒരു കോൺഗ്രസ്സുകാരുണ്ട്. ഒരു അധികാരവും വേണ്ട, ഈവൻ പഞ്ചായത്ത് മെമ്പർ സീറ്റോ അല്ലെങ്കിൽ കൗൺസിൽ സീറ്റോ ഒന്നും വേണ്ട, ഒരു ഭാരവാഹിത്വം വേണ്ട, കോൺഗ്രസ് ഒരു ചത്തുകളി. അദ്ദേഹത്തിന്റെ പേര് കുര്യൻ മാണി എന്നാണ്.
കോട്ടയത്തുള്ള. ആ അപ്പൊ ഞങ്ങളൊക്കെ അപ്പൊ ആ കുര്യൻമാണി മരിച്ച സമയത്ത് അന്ന് വൈകുന്നേരം ഞാൻ ആ ശവസംസ്കാരത്തിന് പോയപ്പോഴാ പള്ളിയില് ഒന്നുമില്ലാത്ത ഒരാളെ പാവപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അച്ഛൻ പറഞ്ഞു ഒരു 5 മണി കഴിയാതെ അടക്കത്തില്ലെന്ന്. കാരണം എന്താ അറിയാം, രമേശ് ചെന്നിത്തല ട്രിവാൻഡ്രത്ത് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് രമേശ് ചെന്നിത്തല ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഇല്ല. പക്ഷെ ആദ്യകാലത്ത് അദ്ദേഹം MP ആയി കോട്ടയത്ത് വന്നപ്പോ ഈ പറഞ്ഞ ഒരു മനുഷ്യൻ എന്റെ മരണം അദ്ദേഹത്തിന് ഒരു മാനസിക വിഷമം ഉണ്ടായി. എന്റെ അമ്മ മരിച്ചപ്പോഴും, എന്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹം ഡൽഹിയിലായിരുന്നു. പിറ്റേ ദിവസം ഇവിടെ വന്നു, എന്റെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞത് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ അദ്ദേഹം യൂസ് ആൻഡ് ത്രോ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസാക്ഷി മര്യാദയുള്ള ഒരു നേതാവാണ് ആര്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ആദ്യമായിട്ട് ഇലക്ഷന് കോട്ടയത്ത് മത്സരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പായിൽ ആദ്യം MP ആകുമ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുക, ഞാൻ CMS കോളേജിലെ ജനറൽ സെക്രട്ടറിയാണ്. ഏതാ ഞാനാണ് അദ്ദേഹത്തിന്റെ പൈലറ്റ് പ്രാസംഗികൻ. അന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാണ്, എനിക്ക് തോന്നുന്നത് നല്ല കാപട്യമില്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രി ആയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അവരുടെ പിടിപ്പുകേട് കൊണ്ടൊന്നും അല്ല അധികാരം പോയത്. ഇനി അടുത്തത് നമ്മുടെ ഓപ്ഷൻ വരുന്ന ആരാണ്? VD സതീശൻ. മൂന്നാമത്തെ ഓപ്ഷനാണ് VD സതീശൻ. കാരണം VD സതീശൻ മിടുക്കനാണ്, രാഷ്ട്രീയ പ്രതിയോഗി, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരാളെ നേരിടാനുള്ള പ്രതിപക്ഷ നേതാവാണെന്നൊക്കെ സംഭവിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഈ നേട്ടത്തിന്റെ പ്രധാന കാരണത്തിൽ VD സതീശൻ മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരിക്കലുമില്ല. ഷാഫിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ചെറുപ്പക്കാര്, പിന്നെ ഈ അടുത്ത നാളിൽ വന്ന എമർജി കോൺഗ്രസിലെ ചെറുപ്പക്കാരുള്ള, അത് DYFിലെ ചെറുപ്പക്കാർക്ക് പോലും അത്ര പറ്റിയിട്ടില്ല. ജനകീയമായി കളഞ്ഞു ഷാഫി, ഇല്ലേ? അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴാണ് ഈ പറഞ്ഞ സ്ത്രീ കേസിൽ പെട്ടുപോയതുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഈ ഇപ്പോഴത്തെ സംഭവം അല്ല ഈ പറയുന്നത്, ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് മുതൽ അല്ലേ? രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പില്, ഇവരെല്ലാം കൂടെ ഒരു യങ്സ്റ്റേഴ്സ് ഒരു വലിയ തിരമാല പോലെ വന്ന് അവര് കോൺഗ്രസിന് നല്ല ജീവൻ, പുതുജീവൻ കൊടുത്തു. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അവര് ചാണ്ടിയുമൻ ചെയ്ത സേവ. അപ്പൊ ഇവരെല്ലാം കൂടെ സമയത്ത് ഒത്തുകൂടി വന്നപ്പോൾ ഒരു വലിയ മൂവ്മെന്റ്, യുവതുർക്കികളുടെ വലിയൊരു രാഷ്ട്രീയ മൂവ്മെന്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായി. VD സതീശൻ കഴിവില്ലെന്നല്ല പറഞ്ഞത്, നല്ല കഴിവുള്ള, നല്ല സ്റ്റഡീഡാണ്. നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹം ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഇപ്പൊ നമുക്ക് ഞാൻ പറയല്ലോ, അദ്ദേഹം ആദ്യം യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി തോറ്റു. ആരാ? VD സതീശൻ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അന്ന് ഞങ്ങളൊക്കെ, ഞാനും കൗൺസിലറായിട്ട് തോറ്റ വർഷം CMS. പിറ്റേ വർഷം അദ്ദേഹം വീണ്ടും ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തു. ആരാ? VD സതീശൻ. അന്ന് ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. VD സതീശൻ അന്ന് ഐ ഗ്രൂപ്പിലാണ് VD സതീശൻ. കരുണാകരന്റെ വലങ്കൈ ആയ ആളാണ്. ഞങ്ങളെല്ലാം ഒറ്റ ഗ്രൂപ്പാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, VD സതീശൻ അന്ന് പോലെ ഒരു രാഷ്ട്രീയത്തില് വളരെ തഴക്കവും പഴക്കവും പയറ്റി തെളിഞ്ഞ് എല്ലാം ഫൈറ്റ് ചെയ്ത ആളാണ്. VD സതീശൻ നല്ല മുഖ്യമന്ത്രി ആയിരിക്കും. പക്ഷേ VD സതീശൻ ഇനി സമയമുണ്ട്, സാഹചര്യമുണ്ട്, പ്രായം, മറ്റവരുടെ സീനിയോറിറ്റി ഉണ്ട്, അവർക്ക് അവസരങ്ങൾ. രമേശ് ചെന്നിത്തലയ്ക്കാണ് ശരിക്കും അവസരം കിട്ടണമെന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ കണ്ടു. പക്ഷെ KC വേണുഗോപാലാണ് എല്ലാം കൊണ്ടും ബലം ഏതാ? ഹൈക്കമാൻഡായാലും കേന്ദ്രത്തിലായാലും ബലം. അല്ല, ഈ അടിക്കൊരു പരിഹാരവും ആവുമല്ലോ ഇപ്പൊ ഈ ഉള്ള തർക്കത്തിന്. എന്റെ ഒരു ധാരണ, KC വേണുഗോപാല് നോ പറഞ്ഞ സാഹചര്യത്തിൽ ഇത് KC വേണുഗോപാല് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞത് നമ്മളാണ്. നമ്മുടെ ചാനൽ എടുത്ത സജി അന്ത്യാർ സ്പീക്കിങ്ങിന്റെ ഒരു വർഷം 1.5 വർഷം പോലെ എടുത്തു നമ്മളിത് പറഞ്ഞത് മുൻവിധിയോടുകൂടി തന്നെ. കാരണം അതിന് ചരടതാ നേരത്തെ കരുക്കൾ നീക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് 4-ാം തീയതി UDF അധികാരത്തിൽ വരാൻ അടിയെന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടയടിയായിരിക്കും, കൂട്ടയടി, ഒരു സംശയം വേണ്ട. ഇപ്പോ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകണം, സതീശൻ മുഖ്യമന്ത്രിയാകണം, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഉദ്ദേശം അറിയണം. ഇവര് മുഖ്യമന്ത്രിയാകും മന്ത്രിസഭ കൂടാനാ. ഇവരിപ്പോഴേ സൈഡ് ചേരില്ല. എന്തിനാണ്? ഇവരുടെ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള നമ്പരാ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവർക്കാർക്കും എന്തെങ്കിലും അവര് പ്രീതിപ്പെടുത്തുന്ന പിന്നിൽ ലക്ഷ്യമുണ്ട്, അല്ലേ? അപ്പൊ എന്തായാലും KC വേണുഗോപാലിന് ഫസ്റ്റ് പ്രിഫറൻസ്, അതിനുശേഷം മാത്രമേ രണ്ടാമത് രമേശ് ചെന്നിത്തല. ഞാൻ പറയുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ യാതൊരു സാധ്യത നിലവിലത്തെ സാഹചര്യത്തില് കാണുന്നില്ല. അതാണ് ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് എന്തായാലും മെയ് 4 ശേഷം കാത്തിരുന്ന് കാണാം. അപ്പൊ UDF അധികാരം കിട്ടുമെങ്കിൽ മാത്രമേ, അല്ലേ? കൊച്ചു പിറന്നിട്ട് പോരെ നാളെ, അല്ലെ? 28 കെട്ടിനെ കുറിച്ചും നാളെ അല്ലെ ചോറ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. അപ്പൊ എന്തായാലും ഇത് രാഷ്ട്രീയം ഞങ്ങളുടെ വിലയിരുത്താണ്. പിന്നെ നമ്മുടെ സീറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, കുറച്ച് സീറ്റിലെ കുറിച്ച് ഞങ്ങളുടെ ഒരു ധാരണയോടെ പറയാം, അല്ലെ? ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഏരിയയിലുള്ള ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ കോട്ടയം
കോട്ടയം എൻ്റെ ഒരു ധാരണ ഞാൻ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. സാധ്യത കൽപ്പിക്കുന്ന അദ്ദേഹത്തിനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 2 പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ചെങ്ങന്നൂര് UDF മണ്ഡലമാണ്. പക്ഷെ കടുത്തുരുത്തി മോൻസ് ജോസഫ്. ചെങ്ങന്നൂർ സഹിച്ചറിയാനേ ജയിക്കത്തുള്ളൂ. കടുത്തുരുത്തി മോൻസ് ജോസഫേ ജയിക്കത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ആറന്മുള ഈ വീണ ജോർജ് ജയിക്കില്ല. അവിൻബർഗ് ജയിക്കും. നിലവിലത്തെ അവിടുത്തെ നമ്മളില്ലേ ഒരാളെ 10 ഇവിടത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആൾക്കാര് ഈ പറയുന്നതിന്റെ പിന്നില് 1.25 ലക്ഷം 1.5 ലക്ഷം 1.25 ഇടയ്ക്ക് വോട്ടേഴ്സ് ഉള്ളിടത്ത് 100-500 പേരെ കണ്ട് പറയുന്നതിന്റെ പേര് ഒന്നുമില്ല. പക്ഷെ പൊതുവായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പല ഏറിയയിലും അല്ലേ. അവർ ഏറ്റുമാനെ കുറിച്ച് എന്താ പറയുന്നു? ഏറ്റുമാനൂര് ചിലര് പറയുന്നു ഒരു 3000 വോട്ടർ വാസവൻ ജയിക്കുമെന്ന് പറയുന്നു. പക്ഷെ ചിലർ പറയുന്നു നാട്ട സുരേഷ് ജയിക്കുന്നു. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം വാസവൻ ജയിക്കുമെന്നുള്ളിടത്താണ് പലരും എന്നോട് പറഞ്ഞതിൽ കൂടുതൽ പേര് പറഞ്ഞത് വാസവൻ ജയിക്കുമെന്നാണ്. അല്ല എന്നറിയോ, ശ്രീ VN വാസവൻ ഏറ്റുമാൻ്റെ ഒത്തിരി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഡിപ്ലോമാറ്റാണ്. പക്ഷേ അദ്ദേഹത്തിന് എതിരെ കിട്ടാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നാട്ട സുരേഷ. തർക്കമില്ല. ശ്രീ ജോസഫ് ആനക്കൻ എക്സ്ട്രാ ഡീസന്റ് ആണ്. ഞാൻ പേഴ്സണൽ ഫ്രണ്ട് ആണ്. ഞങ്ങളുടെ ചെറുപ്പം പോലെ എനിക്കറിയാം. പക്ഷെ അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ അവിടുത്തെ സമവാക്യം വെച്ച് രാഷ്ട്രീയ സമവാക്യം വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് വാസവൻ ചേട്ടൻ എതിരെ കിട്ടിയിരിക്കുന്നത്. ആരാണ്? നാട്ട സുരേഷ്. നാട്ട സുരേഷ് ജയിച്ചാൽ അത്ഭുതപ്പെടുന്നുണ്ട്. അല്ല ജയിച്ചാൽ അത്ഭുതപ്പെടണ്ട. അവിടെ ഒരു കൈപ്പത്തി ഒരു 50 വർഷത്തിന് ശേഷം വന്നതുകൊണ്ട് 42 വർഷം കൈപ്പത്തി ചിഹ്നം വന്നതുകൊണ്ട് ഒരു വികാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ നമുക്ക് പാലായില് ഞാൻ മാനസികാപ്പൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. പബ്ലിക് കോളേജ് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എമ്മയുടെ ഞങ്ങൾ വളരെ സിനിമയിലുണ്ട്. ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷെ യാഥാർത്ഥ്യത്തില് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് മാനസികാപ്പന് ചാൻസ് കുറവാണെന്നാണ്. കാരണം ഷോൺ ജോർജ് നന്നായി വോട്ട് പിടിക്കും. ഷോൺ ജോർജ് നല്ലപോലെ വോട്ട് പിടിച്ചാൽ അത് ക്ഷീണം ചെയ്യാൻ പറ്റുന്ന മാനസികാപ്പനാണ്. അങ്ങനെയെങ്കിൽ അവിടെ ആര് ജയിക്കും? ജോസ് കെ മാണി ജയിക്കും. ദിസ് ഈസ് എ റിയാലിറ്റി. കടുത്തുരുത്തി മോൻസ് ജോസഫേ ജയിക്കത്തുള്ളൂ. കടുത്തുരുത്തി സംശയമില്ല. കാര്യം അവിടെ നിന്നുള്ള എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു ചങ്ങനാശ്ശേരി ജോബ് തോക്കാൻ സാധ്യതയുണ്ട്. ചങ്ങനാശ്ശേരി സാറിന് വൈക്കത്ത് തന്നെ സാറിന്റെ അഭിപ്രായം? വൈക്കത്ത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം, അത് വൈക്കം ആദ്യകാലം മുതൽ നമുക്കറിയാം. 1957 ശേഷം ഇടയ്ക്കൊന്നോ 2 പ്രാവശ്യം ചെറുതായിട്ടൊന്നും ചെരിഞ്ഞെന്നല്ലാതെ ഇടതുപക്ഷം CPIക്ക് ഇത്രയും ശക്തമായ ഒരു മണ്ഡലം വൈക്കം. ഇപ്രാവശ്യം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ആത്മഹത്യ. അതുകൊണ്ട് വൈക്കത്ത് ചിലപ്പം UDFന് ഒരു ചാൻസ് കിട്ടിയാൽ അത്ഭുതപ്പെടണ്ട. UDFന് ചാൻസ് കിട്ടിയാൽ അത്ഭുതപ്പെടണ്ട. പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ PC ജോർജിനൊന്നും ഒരു സാധ്യതയില്ല. PC ജോർജ് പൂഞ്ഞാറ് ജയിക്കില്ല. അവിടെ നിലവില് UDFന് ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. സെബാസ്റ്റ്യൻ കുളത്തങ്കലിനെ കുറിച്ച് അവിടെ അഭിപ്രായം പോയി. അപ്പൊ അങ്ങനെ വരുമ്പോ പൗലന് കാഞ്ഞിരപ്പള്ളിയിലെ ജനകീയനായ MLA ആണ് ജയരാജ്. അദ്ദേഹം വളരെ വളരെ ലളിതമായ ആൾക്കാരുടെ പെരുമാറ്റം, രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിന്റെ ലാളിത്യം കൊണ്ടും വളരെ വളരെ നല്ല ഒരു നമുക്കത് ഒരു നല്ല. പക്ഷെ എന്നാലും അവിടെ കോൺഗ്രസിന് ഒരു സാധ്യത ഇല്ലാതില്ല. സ്ഥാനാർത്ഥി മോശമായിരുന്നു. രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു ഓണത്തിൽ അവിടെ കോൺഗ്രസ് കടന്നുകൂടിയാൽ അത്ഭുതപ്പെടണ്ട. പക്ഷെ ഞാൻ സാധ്യത കൽപ്പിക്കുന്നത് ജയരാജ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചുറ്റുപാടുള്ള രാഷ്ട്രീയം. ആലപ്പുഴ നമ്മുടെ ജി സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ജയിക്കാൻ സാധ്യത എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടെ വർത്തമാനം, കുറച്ചുകൂടെ ഒരു ഉണ്ടല്ലോ, ഒരു കോൺഗ്രസിന് ഒരു മണ്ടത്തരം പറ്റുമെന്ന് എനിക്കൊരു അതാ പറഞ്ഞു. അദ്ദേഹത്തിന് വർത്തമാനം ഒരു പ്രശ്നമാണ്. അല്ല, അതായത് ജി സുധാകരൻ നിന്നാൽ ജി സുധാകരൻ പിടിക്കുന്ന വോട്ടെന്ന് പറയുന്നത് CPMന്റെ വോട്ടേ പിടിക്കുള്ളായിരുന്നു. അവർ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ CPMന്റെ തോൽവി ഉറപ്പിക്കാമായിരുന്നു. കോൺഗ്രസിന് ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യായിരുന്നു. അവിടെ ഈ ജി സുധാകരൻ വരുമ്പോൾ ഈ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ എത്ര CPMകാർ ജി സുധാകരൻ വോട്ട് ചെയ്യും എന്നുള്ള സംശയമുണ്ട്. ഈ CPMകാർക്ക് അരിവാൾ ചുറ്റിയ കുത്തിയവർക്കും ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. ചിന്നൊരു പ്രശ്നമാണ്. അല്ലല്ല അന്നത്തെ അവിടെ കോൺഗ്രസിന് ഒരു സാധ്യതയില്ലാത്ത സ്ഥലമാണ്. അപ്പൊ പിന്നെ ജി സുധാകരനെ പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന് 10 തെറി LDFനെ ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു സാധ്യത നമുക്ക് കൽപ്പിക്കുകയും ചെയ്യാം. പിന്നെ ആലപ്പുഴ കറഞ്ഞ് അവസാനിപ്പിക്കാം. ആലപ്പുഴയില് നമ്മുടെ ഒരു പുതിയ ഒരു പയ്യൻ അവിടെ KSU ജില്ലാ പ്രസിഡന്റ് തോമസ്, അവിടെ ചിത്രരഞ്ജൻ
ശക്തനായ എം എൽ എ ആണ്. ആ. കഴിഞ്ഞ പ്രാവശ്യം 15,000 പേരെ വോട്ടിന് ജയിച്ച ആളാണ്. ജയിച്ച ആളാ. എന്റെ ഒരു അടുത്ത സുഹൃത്തുമാണ്. പക്ഷെ ചിത്രരഞ്ജൻ ഇപ്രാവശ്യം പണി കിട്ടുമെന്നുള്ളതാണ്. ആണല്ലേ? കാരണം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല ഒരു പാവപ്പെട്ട ചെറുക്കനാണ്, വിദ്യാഭ്യാസമുണ്ട്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിഷ്പക്ഷരായ ജനങ്ങളെല്ലാം ഈ പറഞ്ഞ തോമസിന്റെ കൂടെ കൂടി എന്നുള്ള അഭിപ്രായം. അതുകൊണ്ട് ചിത്രരഞ്ജൻ അടിപതറുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രാവശ്യം. അത് ശരി. ഇതാണ് ഞങ്ങളുടെ ചുറ്റുപാട് നമ്മൾ കണ്ട അല്ലെ, ഒരു മലബാറും പിക്ചർ തിരുവനന്തപുരം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഉം. ഈ ഏരിയയിൽ ഞങ്ങൾ കണ്ട ഒരു രാഷ്ട്രീയ അല്ലെ പിക്ചർ പിക്ചർ ഇതാണ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചത്. രാഷ്ട്രീയ എപ്പിസോഡിൽ വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു മാത്രം. എപ്പോഴും നമ്മൾ ഒരേ വിഷയം പറയുമ്പോഴും അതെ വെറൈറ്റി വേണം. വെറൈറ്റി. അടുത്ത എപ്പിസോഡിൽ കാണും വരെ വണക്കം. വണക്കം.